തൃശൂർ കൊടുങ്ങല്ലൂരിൽ വഖഫ് സ്വത്ത് തട്ടിയെന്ന ആരോപണം നേരിടുന്ന ജമാഅത്തെ ഇസ്ലാമി വിശ്വാസികളോട് മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം വിശ്വാസികളോട് കാട്ടിയത് കൊടിയ വഞ്ചനയെന്നും സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പറഞ്ഞു. നേതാക്കൾ പ്രതിയായിട്ടും ജമാഅത്തെ ഇസ്ലാമി ഒളിയുദ്ധം നടത്തുകയാണ്. ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ലെന്നും സനോജ് കുറ്റപ്പെടുത്തി. ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിയുടെ ഭൂമി നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും പണം കിട്ടും. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ള 2 കോടിയിൽ കൂടുതൽ തുക ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി ആ പള്ളിയുടെ പ്രസിഡൻ്റായിട്ടുള്ള കുറച്ച് പ്രായം ചെന്ന ഒരാളോട് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങി എന്നാണ് കേസ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ എന്താണ് വി.കെ. സനോജ് ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, വെളുത്തകടവിൽ വിശ്വാസികൾ നടത്തുന്ന സമരത്തിന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും പിന്തുണയേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 5 മാസമായി വിശ്വാസികൾ സമരത്തിലാണ്. ആ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനവുമായി യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിരിക്കുന്നത്. വഖഫ് സ്വത്ത് അപഹരിച്ച ജമാഅത്തെ നേതാക്കൾ മാപ്പ് പറയണമെന്നാണ് വി.കെ. സനോജ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒളിഞ്ഞു നിന്ന് ഒളിയുദ്ധം നടത്താതെ വിശ്വാസികൾക്കും നാട്ടുകാർക്കും മുന്നിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ജമാഅത്തെ നേതൃത്വം തയ്യാറാകണം. ജമാഅത്തെ നേതാക്കൾ പ്രതിയായ കേസിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുന്ന നേതാക്കൾ ഒരു തരത്തിലും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല. വിശ്വാസികളോട് മാപ്പ് പറയണം. വിശ്വാസികളോട് ജമാഅത്തെ കാണിച്ചിരിക്കുന്നത് കൊടിയ വഞ്ചനയാണെന്നും വി.കെ. സനോജ് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസികൾ നടത്തുന്ന സമരത്തിന് ഡിവൈഎഫ്ഐയുടേതായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. നേരായ വഴിയിൽ വന്ന് പ്രതികരണം നടത്താൻ ധൈര്യമുണ്ടോ എന്നും ഡിവൈഎഫ്ഐ ജമാഅത്തെ ഇസ്ലാമിയെ വെല്ലുവിളിക്കുന്നതായും സനോജ് ന്യൂസ് മലയാളത്തിലൂടെ പറഞ്ഞു. കൊള്ളം മുതൽ തിരികെ ഏൽപ്പിക്കാൻ വിശ്വാസികൾ നടത്തുന്ന വ്യക്തമാണ്.